ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ഇത് ഈ ഒരു ഇമേജ് കണ്ടില്ലേ, ഇവരാണ് ബിഗ് ബോസ് ഹൗസിലെ ഇപ്പോഴത്തെ ഗ്രൂപ്പ്. അക്ബർ, ആര്യൻ ഇവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. നെവിൻ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു, ജിസയിലും ഉണ്ടായിരുന്നു. പുതിയ അഡ്മിഷൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒനീലും അഭിലാഷും. ഇവര് ഷാനവാസിനോട് ഉടക്കിയാൽ പിന്നെ സ്വാഭാവികമായിട്ടും അക്ബറിന്റെ സൈഡിലോട്ടാണല്ലോ വരേണ്ടത്. എന്ത് പൊളിറ്റിക്സ് ആണല്ലോ ഈ സീസണിൽ. എനിക്ക് ഈ നാറിയ പൊളിറ്റിക്സ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഈ അക്ബറിന്റെ പൊളിറ്റിക്സ് പ്രത്യേകിച്ചും എന്തോ ഗ്രാമപഞ്ചായത്ത് തലവനാണെന്നാണ് ഈ അക്ബർ വിചാരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോണേ, ആ ഒരു വിഷയം, ഷാനവാസും നെവിനും തമ്മിലുള്ള ആ ഒരു വിഷയം ഇത്രയും വലിയൊരു ആളിക്കത്താനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ ഇതിനകത്തുള്ള ഒരു ഇന്റർഫിയറൻസ് ആണ്. അക്ബർ നെവിനോടായിട്ട് ഓതി കൊടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് എല്ലാവരുടെയും മുന്നിൽ നിർത്തി ലിവിംഗ് റൂമിൽ ഒരു ചർച്ചയാക്കാം എന്നുള്ളൊരു കാര്യമാണ് അക്ബർ ഓതി കൊടുത്തത്. ഓക്കെ, അതൊക്കെ വേറെ കാര്യം, നമുക്ക് അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ഇപ്പോ ലൈവിനകത്ത് നെവിൻ അക്ബറിനോട് പറയുന്നുണ്ട്, ഞാൻ വല്ലോ ആയിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഗോസിപ്പായിട്ടെങ്കിലും ആരുടെയും ഒക്കെ അടുത്ത് പറഞ്ഞേനെ, ഇയാൾ അതുപോലും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഒനീലും അഭിലാഷും പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, പക്ഷെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, ഹഗ് ചെയ്യുന്നത് ഇഷ്ടമില്ലെന്നോ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, ഞങ്ങൾക്കത് ആ രീതിയിലാണ് ഞങ്ങൾ എടുത്തതെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഈ ഒനീലും അഭിലാഷും എന്ത് ഗ്യാസ് ലൈറ്റിംഗ് ആണല്ലോ അതിൻ്റെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വെറും വളച്ചൊടിക്കലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരോട് കൃത്യമായിട്ട് ഷാനവാസ് പറഞ്ഞിട്ടുള്ളതാണ് ഈ കേസ് എന്താണ് ഏതാണെന്നുള്ളത്. ബെഡ് മാറിക്കിടന്ന കാര്യം ഒക്കെ ഇവർക്ക് അറിയാം. അപ്പൊ അതൊക്കെ ഇവര് വിഴുങ്ങിയിട്ടാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലൈവിനകത്ത് ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായി. ഇത് ഒത്തിരി നേരം ഒന്നും ബിഗ് ബോസ് കാണിക്കുന്നില്ല, കാരണം നെവിൻ വീണ്ടും നെഗറ്റീവ് ആവുമല്ലോ. നെവിൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഹാസ് എ ലൈഫ് ഔട്ട്സൈഡ് ഓഫ് ബിഗ് ബോസ്. പുറത്ത് ഇറങ്ങിയിട്ടും നെവിന് ജീവിക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നെവിൻ ഓവർ നെഗറ്റീവ് ആവണ്ടെന്ന് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇത് കട്ട് ചെയ്തൊക്കെ ആണ് കാണിക്കുന്നത് ലൈവിനകത്ത്. പിന്നെ ഷാനവാസും പ്രണയ് അവിടെ നിന്ന് ടാസ്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.